നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൂട്ടുകാരിയോ? എന്നോട് സംസാരിച്ചത് ഒരു ചെറുക്കനാണല്ലോ. ഇങ്ങനെ കള്ളം പറയല്ല ആന്റി. അത് അവളൊരു തമാശക്കാരിയാ. ചിലപ്പോ ആണുങ്ങളെ പോലെ സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കും. ഞാൻ പോലും ചിലപ്പോ ഞെട്ടിപ്പോവും. ആന്റി നെട്ടുമായിരിക്കും, പക്ഷെ ഞാൻ നെട്ടൂല. എനിക്കറിയാം അത് കറക്റ്റ് പൂവാലം തന്നെയാണെന്ന്. ഞാൻ ഇതെല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ആന്റി ഈയിടെ മുഴുവൻ സമയം ആ പൂവാലിനെ വിളിക്കുകയാണെന്ന്. എനിക്കൊന്ന് ഫോൺ കളിക്കാൻ പോലും തരുന്നില്ലല്ലോ. ചോദിച്ചാ പഠിക്കാനുണ്ടെന്ന് പറയും. ഇതാണ് പഠിപ്പല്ലേ? കാണിച്ചുതരാം. മോളെ, മോക്കിപ്പോ ആന്റിയുടെ മൊബൈലിൽ കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. എപ്പോ വേണേലും കളിച്ചോ. പിന്നെ ആന്റി കോളേജിൽ നിന്ന് വരുമ്പോ മോക്ക് ഒത്തിരി ഐസ്ക്രീം കൊണ്ട് തരാലോ. പക്ഷെ ഞാൻ ഈ പൂവാലം വിളി ആരോടും പറയരുത്. അതിനുള്ള കൈക്കോലി അല്ലേ? സമ്മതിച്ചു, ഞാൻ ആരോടും പറയില്ല. പക്ഷെ വാക്ക് പറഞ്ഞ അത് പാലിച്ചിരിക്കണം. കേട്ടല്ലോ? പൂവാലൻ. ഏത് കാലക്കേടിനാണോ ഫോൺ ഓണാക്കി വെച്ചിട്ട് പോയത്? ഇനി ഈ കാര്യം ആവണി ആരോടെങ്കിലും പറയുമോ? അവൾ എന്തൊക്കെ സംസാരിച്ചോ ആവോ? സന്ദീപനെല്ലാം മനസ്സിലായി കാണുമോ? ആരെങ്കിലും കണ്ട ആർക്കു വേണ്ടിയ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. ആരും കാണാതിരുന്ന മതിയായിരുന്നു. ഇതെന്താ സച്ചിൻ, നീ കഴിച്ചില്ലായിരുന്നോ? കഴിച്ചു. ഇത് പിന്നെ ആർക്കു വേണ്ടി കൊണ്ടുവന്നേ? ഇത് അർച്ചനയ്ക്ക് വേണ്ടി എടുത്തതാ. അവക്കെന്താ താഴെ വന്ന് എടുക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ നിന്റെ കൂടെ ഇരുന്ന് കഴിക്കാലോ. പിന്നെന്തിനാ നീ പോയി എടുത്തത്? അവക്കെന്താ സുഖമില്ലേ നിന്നെ കൊണ്ടെടുപ്പിക്കാൻ? എടുത്തേ, അത് അവളുടെ ഉള്ളം കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. പിന്നെ നല്ല ക്ഷീണമുണ്ട്, അതാ ഞാൻ എടുത്തു കൊടുക്കാന്ന് വെച്ചത്. എങ്ങനെ കൈ പൊള്ളിയത്? എന്നിട്ട് അവളീ കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ. വലിയ പൊള്ളലൊന്നുമില്ല ഏട്ടത്തി. അടുക്കളയിൽ ചൂടുള്ള പാത്രം എടുത്തപ്പോഴോ മറ്റോ പറ്റിയതാ. ഉച്ചന്തല പൊള്ളിയാലും എന്തായാലും അവൾ ആരോടും പറയില്ലല്ലോ. അതാണ് അവളുടെ സ്വഭാവം. ചെല് കൊണ്ടു കൊടുക്ക് ഭാര്യയ്ക്ക്. ഇതൊന്നും അത്ര നല്ല ശീലങ്ങളല്ല. ഇവൻ ഇത്രയ്ക്ക് പെൺകോന്തനായി പോയല്ലോ. ഓഹ്, കഷ്ടം. ഭാര്യയെ മുറിയിലിരുത്തി അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് മുറിയിൽ കൊണ്ടുപോയി അവളെ ഊട്ടിവിടുന്ന തരത്തിലേക്ക് സച്ചേട്ടനെ അവൾക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞാല് ഇനി അവള് വരയ്ക്കും. ആ വരയ്ക്കപ്പുറം നെല്ലിശ്ശേരി തറവാടിലെ സച്ചിദാനന്ദന് ഇല്ല എന്നർത്ഥം. അതൊക്കെ നിന്റെ തോന്നല് മാത്രമല്ല എനക്ക. അവൾ എവിടെ നിൽക്കണം എന്നുള്ള വര ഞാൻ വരയ്ക്കും. പിന്നെ സച്ചി എത്രയോ വർഷങ്ങളായി ഞാൻ വരച്ച വൃത്തത്തിനകത്താ കഴിയുന്നേ. ചേച്ചി വരച്ച വൃത്തത്തിന്റെ അളവ് സച്ചേട്ടനും കൂടി കൂട്ടിക്കൊണ്ടുവരുന്നത് ചേച്ചി അറിയുന്നില്ലെന്ന് മാത്രം. ആ വൃത്തത്തിനകത്താ നമ്മളെന്ന് മറക്കണ്ട. വേഗം ഭക്ഷണം കഴിച്ചേ. എനിക്ക് വേണ്ട സച്ചേട്ടാ, തീരെ വിശപ്പില്ല. ആ ഒന്നും പറഞ്ഞാൻ പറ്റില്ല, കഴിച്ചേ പറ്റൂ. കഴിക്കേ കഴിക്കേ. ഹലോ,
സോറി, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ബാങ്കിൽ നിന്ന് ലീഗലെടുക്കാൻ കൊടുത്തിരുന്നു. എനിക്കത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ടെൻഷൻ ആവണ്ട, മിക്കവാറും അത് മാനേജർ എടുത്തിട്ടുണ്ടാവും. ഏതായാലും നാളെ ഞാൻ കറക്റ്റ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഫൈൻ. കഴിച്ചില്ല ഇതുവരെ? അയ്യോ സോറി, കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരു മിനിറ്റേ. കൈയൊന്ന് വാഷ് ചെയ്യാൻ പോയതാ. ഞാൻ വാരത്തരാം. ആ, കുഴപ്പമില്ലല്ലോ. സച്ചേട്ടൻ ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നുവെച്ചാ ഞാൻ വാരത്തരുന്നത് ഇഷ്ടമല്ലെന്നാണോ? അയ്യോ അങ്ങനെയല്ല, വെറുതെ സച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. താൻ കഴിച്ചില്ലെങ്കിലാ എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്. കഴിച്ചേ. മൂന്ന് ചപ്പാത്തിയേ ഉള്ളൂ. ഇത് മുഴുവനും കഴിക്കണം. മുഴുവനോ? ആ പിന്നല്ലാതെ. ഞാൻ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നതാ, കഴിച്ചേ പറ്റൂ. ദാ കഴി. സോറി, ഞാനിടയ്ക്ക് അമിതാധികാരം കാണിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഉള്ളിലുള്ള ദേഷ്യം വെറുപ്പൊന്നും അത്ര പെട്ടെന്ന് പോകില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എനിക്കില്ലാതെ പോയി. തന്നിലുള്ള നന്മകളൊന്നും ഇത്രയും നാൾ കാണാതെ പോയതും അംഗീകരിക്കാതെ പോയതൊക്കെ എന്റെ വീഴ്ചകളാണ്. തന്നോട് സ്ഥായിയായ ഒരു സ്വഭാവം പോലും വെച്ചു പുലർത്താൻ കഴിയാത്ത ഞാൻ ഒരുപിടി ഭക്ഷണം വാരിത്തരുന്നതില് എന്ത് സ്നേഹം അല്ലേ? തന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു തരം ക്ലേശയായിട്ട് എനിക്ക് തോന്നുന്നു. സോറി. കഴിഞ്ഞോ സച്ചേന്റെ ആവലാതികളും നിഗമനങ്ങളും ഒക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നേ? സങ്കടമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സച്ചേൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പരിചരിക്കുമ്പോൾ ആ നിമിഷം വരെയുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും അങ്ങ് ആവിയായിപ്പോവും. പകരം മഞ്ഞുതുള്ളികൾ പോലെ സന്തോഷം പെയ്തിറങ്ങും. അത് സച്ചേൻ അറിയില്ലല്ലോ. എൻ്റെ പിണക്കങ്ങൾക്ക് അത്രേ ആയുസേ ഉള്ളൂ. സച്ചേന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് സച്ചേൻ എന്ന് മനസ്സിലാക്കുന്നു, അന്നേ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സച്ചേന് കഴിയും. എനിക്ക് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ മതി സച്ചേട്ട. ആഹാരം കൊണ്ട് വയറ് നിറയുന്നതിനേക്കാൾ. ആഹാരം കൊണ്ട് വയറ് നിറഞ്ഞാലേ ആരോഗ്യം കാണും. ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവും. എല്ലാം ഒന്നിനോടൊന്ന് ഇണങ്ങിക്കിടക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.